കിടിലൻ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കുവാനും സാധിക്കും. ഒരുപക്ഷെ മിക്കവർക്കും തക്കാളി കറി ഉണ്ടാക്കാൻ അറിയായിരിക്കും. എങ്കിലും ഞാൻ ഇന്ന് എന്റേതായ രീതിയിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. കുറച്ചുപേർക്കെങ്കിലും ഉപകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഹോം ഗാർഡനിൽ ഉണ്ടായ തക്കാളിയും വെജിറ്റബിൾസുമാണ് ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ നമുക്ക് ചുവന്നുള്ളി ഒക്കെ പൊളിച്ച് റെഡിയാക്കാം. അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെക്കാം. ചുവന്നുള്ളി, ചില്ലി അരിഞ്ഞത്, തേങ്ങ, മഞ്ഞപ്പൊടി, കുറച്ച് മുളകുപൊടി, പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പുവെള്ളം എന്നിവയെല്ലാം കൂടെ കൂട്ടി മിക്സിയിൽ ഇട്ട് ഒന്ന് അടിച്ചെടുക്കുക. ഉപ്പുവെള്ളം ഉപയോഗിക്കണം എന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ചിലപ്പോൾ പൊടിയുപ്പ് ഉപയോഗിച്ചാൽ അതിൽ ചില്ലു കുപ്പി പൊടിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ അറിയാൻ സാധിക്കുകയില്ല. ഉപ്പ് വെള്ളമാക്കിയാൽ എന്തെങ്കിലും തരി പോലെ കിടന്നാൽ നമുക്ക് അറിയാൻ സാധിക്കും. ഇനി ഈ അരച്ചതും നേരത്തെ കട്ട് ചെയ്തു വെച്ച വെജിറ്റബിൾ നമ്മൾ മൺചട്ടിയിലേക്കാണ് ഇട്ടിരിക്കുന്നത്. ആവശ്യത്തിന് വെള്ളവും ചേർക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്തേക്കുക. 15 മിനിറ്റിനുള്ളിൽ നമ്മുടെ തക്കാളി കറി സിമ്പിൾ ആയിട്ടുള്ളത് റെഡിയാകും. മൺചട്ടിയിലായതുകൊണ്ട് നല്ല ടേസ്റ്റ് ആണ്. അതുപോലെ തന്നെ ആരോഗ്യത്തിനും നല്ലതാണ്. ഇതിലെ മെയിൻ ആയിട്ട് തക്കാളിയും ചില്ലി, കോക്കനട്ട്, പച്ചപ്പയർ, കുറച്ചു മുളകുപൊടി, മഞ്ഞപ്പൊടി, ചുവന്നുള്ളി, കുറച്ച് ഓയിൽ, പാകത്തിന് ഉപ്പ്, ഇത്രയുമാണ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയാം. പിന്നെ ഇത് മാത്രം മതി ചോറുണ്ണാൻ. അത്ര രുചിയാന്നെ. അപ്പോ ഇനി അധികം പറഞ്ഞു കൊതിപ്പിക്കുന്നില്ല.